ഗൈസ്, വെൽക്കം ടു Aroma. അപ്പോൾ ഇന്ന് നമുക്ക് ഓണമൊക്കെ ആയിട്ടൊരു അടിപൊളി അവയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു 1 കിലോയോളം ഉണ്ടാവും. അവിയലിൻ്റെ അരപ്പിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുഴുവൻ തേങ്ങ ചിരണ്ടിയത്, 3-4 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 2-3 വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. പുളിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് അവയിലേക്ക് ലാസ്റ്റ് ചതച്ച് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് 10 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കടുക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് അവയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കൽച്ചട്ടിയിലാണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിൾസും, തക്കാളി ഒഴികെയുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച തക്കാളി ഇടാം. ഫസ്റ്റ് തന്നെ തക്കാളി ഇട്ട് ഓവർ കുക്കായി പോവും, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അങ്ങനെ നമ്മൾ ഇട്ട തക്കാളിയും കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അരപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരപ്പ് കുക്ക് ചെയ്യണം. അരപ്പ് കുക്ക് ചെയ്യാൻ മാക്സിമം 2 to 3 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കും. അങ്ങനെ നമ്മുടെ അവിയൽ ഓൾമോസ്റ്റ് കുക്കായി കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കടുകും കൂടെ ചതച്ചിടണം എന്ന്. അതിൻ്റെ കൂടെ ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അവിയലിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ വെച്ച് അതൊന്ന് കവർ ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കണം. നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്ത് എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ഡിഷസിൻ്റെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care and thank you.